ഫലസ്തീനു വേണ്ടി അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് വീണ്ടും ഇറാൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ നിലവിലെ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അവസ്ഥാ സാഹചര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി പറ്റില്ലെന്നും അതിക്രൂരമായ രീതിയിലുള്ള വേട്ടയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഗസയിലെ ഫലസ്തീനികൾക്ക് നേരെയും വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾക്ക് നേരെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് പോലും രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. കാര്യം ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇറാൻ അത് ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. മധ്യസ്ഥ വിഷയ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ലെബനാനെയും കൂടി കൂട്ടിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ തലം മാറുന്നു എന്നാണ് മധ്യസ്ഥർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗസ വിഷയം ഇപ്പോൾ പ്രാധാന്യമായി വന്നിരിക്കുന്നു. പാലസ്തീൻ്റെ അകത്ത് നടക്കുന്ന ക്രൂരമായിരിക്കുന്ന വേട്ടകൾ അവസാനിപ്പിക്കുകയും ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഈ ലെബനാൻ്റെ അകത്ത് നടക്കുന്ന സമാനമായിരിക്കുന്ന വേട്ടകൾ അവസാനിപ്പിക്കുകയും വേണം എന്നുള്ളത് മധ്യസ്ഥർ മുഖാന്തരം ഗസ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം, അതായത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സാധ്യമാകണമെങ്കിൽ ഇതും കൂടി പ്രാധാന്യമായിട്ട് എടുക്കണം എന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. മുൻപ് പറയപ്പെട്ട കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഗസക്കകത്ത് വെടിനിർത്തലുണ്ടായത്. അതിൽ ഒപ്പിട്ട രാജ്യങ്ങൾ എവിടെ എന്ന ചോദ്യം പ്രസക്തമാണ്. 2 ദിവസം മുമ്പ് ഗസക്കകത്ത് 5 ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു. അതിനു മുൻപ് 2, അതിനു മുമ്പ് 3, ആ തരത്തിൽ ഇങ്ങനെ മരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മീഡിയക്കാർ ഇപ്പം നിലവിൽ ഗസയിലില്ല. ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് പ്രാദേശിക ചാനലുകാരാണ് അല്ലെങ്കിൽ റിപ്പോർട്ടർമാരാണ്. അത് മറ്റുള്ളവർക്ക് ഇവർ നൽകുകയാണ്. അത് ഓൺലൈൻ വഴിയോ മറ്റോ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് നൽകുന്നു എന്നല്ലാതെ മുൻപത്തെ പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രാധാന്യമായി